വെൽക്കം ബാക്ക് ഗൈസ്. നമ്മൾ ഇന്ന് ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണ്ടതെന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടി, പിന്നെ ചില്ലി പൗഡർ ആവശ്യത്തിന്, കൊറിയാണ്ടർ പൗഡർ അഥവാ മല്ലിപ്പൊടി അതും ആവശ്യത്തിന്, പെപ്പർ പൗഡർ കുരുമുളക് പൊടി. അടുത്തതായി വേണ്ടത് മസാല പൗഡർ. മസാല പൗഡർ അല്ലെങ്കിൽ ചിക്കൻ മസാല പൗഡർ ഉപയോഗിക്കാം. മസാല പൗഡർ ആണ് കുറച്ചും കൂടെ നല്ലത്. പിന്നെ സാൾട്ട്. അടുത്തത് കോക്കനട്ട് ഓയിൽ, വെളിച്ചെണ്ണ, അത് ആവശ്യത്തിന് മതിയാവും. പിന്നെ വളരെ ചെറുതായിട്ട് അരിഞ്ഞ ജിഞ്ചർ, ഇഞ്ചി, വളരെ സ്മോളായിട്ട് അരിഞ്ഞതായിരിക്കണം. പിന്നെ നന്നായിട്ട് അരിഞ്ഞ സവാള, സ്ട്രൈറ്റ് കട്ട്. പിന്നെ വളരെ കുറച്ച് വെളുത്തുള്ളി, ഒരു 10 to 15 മതിയാവും. പിന്നെ അടുത്തത് വളരെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുള്ള ചിക്കൻ പീസസ് ആണ്. അത് നന്നായിട്ട് വെള്ളം വെച്ച് ക്ലീൻ ചെയ്തെടുക്കുക. എന്നിട്ട് ആദ്യം ചിക്കൻ കറി ഉണ്ടാക്കുക. ഒരു പ്ലേറ്റിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. ആവശ്യത്തിന് ഒഴിച്ചാൽ മതിയാവും. ഇതിലേക്ക് സവാള ഇടുക. പിന്നെ നമ്മൾ നേരത്തെ വളരെ സ്മോളായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ജിഞ്ചർ, പിന്നെ വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് കിണ്ടി കൊടുക്കുക. ഒന്ന് ജസ്റ്റ് ഫ്രൈ ആവുന്ന വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിലേക്ക് വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക. പിന്നെ കുറച്ച് ഒരു 3 to 4 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യുക. അത് എരിയുടെ അനുസരിച്ച് മുളക് പൊടി ആഡ് ചെയ്തതാണ് മതിയാവും. പിന്നെ ഒരു 2 to 3 ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്യുക. പിന്നെ 1 to 2 ടീസ്പൂൺ മസാല പൗഡർ ആഡ് ചെയ്യുക. എന്നിട്ട് ഒരു 1 or 2 ടീസ്പൂൺ പെപ്പർ പൗഡർ, കുരുമുളക് പൊടി ആഡ് ചെയ്യുക. അത് എരി നന്നായിട്ട് വേണമെന്നുള്ളവർക്ക് ഇത് കുരുമുളക് പൊടി വളരെ നന്നായിട്ട് ആഡ് ചെയ്യാം. പിന്നെ ആവശ്യത്തിനൊരു 2 to 3 ടീസ്പൂൺ സോൾട്ട്, ഉപ്പ് ആഡ് ചെയ്യുക. എന്നിട്ട് വളരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു മിനിമം ഒരു 5 minutes എങ്കിലും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ അടി പിടിക്കാതെ നോക്കുക. പിന്നെ വേണ്ടത് നേരത്തെ പറയാൻ വിട്ടുപോയി, കുറച്ച് കറിവേപ്പില വേണം. കറി ലീവ്സ് അങ്ങോട്ട് ഇട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ അടി പിടിക്കാതെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ അടുത്ത വേണ്ടത് ഇത് ചിക്കൻ പീസസ് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കിയത് ഇടുക. ചിക്കൻ പീസസ് നന്നായിട്ട് കഴുകി വേണം വയ്ക്കാൻ. അതിൽ ചിക്കൻ്റെ തൂവലൊക്കെ കാണാൻ ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് വളരെ നന്നായിട്ട് കഴുകുക. അതിലേക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു കുക്കറിൽ ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ഈ നമ്മൾ നന്നായിട്ട് ഇളക്കിയ പീസസ് എല്ലാം അതിലോട്ടിടുക. നമ്മളൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ, നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഒരു 3 to 5 minutes എങ്കിലും വച്ചേക്കുക. നന്നായിട്ട് ആയതിനു ശേഷം അതിനെ എടുത്ത് തിരിച്ച് നേരത്തെ പ്ലേറ്റിലോട്ട് തിരിച്ച് തട്ടുക. ഇപ്പോൾ നമ്മുടെ ചിക്കൻ വിത്തൗട്ട് വാട്ടർ ഒരു നന്നായിട്ടൊരു ഗ്രേവി കണക്കിന് ഒരു മീഡിയം ലെവലിൽ നല്ല ടേസ്റ്റി ആയിട്ട് ഇരിക്കുകയായിരിക്കും. ഇതിലോട്ട് വാട്ടർ വേണമെങ്കിൽ
ആഡ് ചെയ്യാം. പക്ഷെ ആഡ് ചെയ്താൽ ഇതിന്റെ ടേസ്റ്റ് കുറയാണ് ചാൻസ്. ഇത് നല്ല ടേസ്റ്റ് ആയിട്ടാണ് ഇരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് പ്ലീസ് ഡു സബ്സ്ക്രൈബ്.